ഹായ് ഓൾ എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരാഴ്ച നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇന്ത്യ നന്നായിട്ട് കേൾക്കുക. കറണ്ട് അഫയേഴ്സ് ഒക്കെ എക്സാമിനൊക്കെ എത്രത്തോളം അത്യാവശ്യമാണെന്ന് നമുക്കറിയാം അല്ലേ. ഓരോ എക്സാമുകൾക്കും ഏതൊക്കെ രീതിയിലാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നതെന്ന് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കേൾക്കുക, കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരാഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം അല്ലെ. 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചാണ് എന്ത് നടന്നത്, കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. അപ്പൊ ആ കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അല്ലെ. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. 4ാം സ്ഥാനമാണ് അല്ലെ. 8ാം സ്ഥാനത്തും 10ാം സ്ഥാനത്തും ഒക്കെ ഉണ്ടായിരുന്ന ഇന്ത്യ പിന്നീട് മെഡലുകളുടെ നേട്ടത്തോടു കൂടി എത്രാം സ്ഥാനത്തേക്ക് വന്നു, 4ാം സ്ഥാനത്തേക്ക് വന്നു. 1ാം സ്ഥാനം ആർക്കാണ്? ഓസ്ട്രേലിയക്കാണ്. 171 മെഡലുകളോടുകൂടി ഓസ്ട്രേലിയയാണ് 1ാം സ്ഥാനത്ത്. ഇന്ത്യക്ക് 4ാം സ്ഥാനത്തെത്താൻ എത്ര മെഡലുകളുണ്ട്? 39 മെഡലുകളാണ് മൊത്തം ഉള്ളത്. അതേപോലെ തന്നെ ഇംഗ്ലണ്ടാണ് 2ാം സ്ഥാനത്ത്, കാനഡയാണ് 3ാം സ്ഥാനത്ത്. ഓക്കെ, അപ്പം കോമൺവെൽത്ത് ഗെയിംസിന്റെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അല്ലെ. ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യം മെഡൽ നേടിയത് പാരാ അത്ലറ്റിക്സിൽ ജണ്ടു കുമാറാണ്. ആദ്യം സ്വർണം നേടിയത് ആരാണ്? മീരാഭായി ചാനു ആണ് അല്ലെ. തുടർച്ചയായിട്ടുള്ള 2 കോമൺവെൽത്ത് ഗെയിംസുകളിൽ ലോങ് ജമ്പിൽ സ്വർണം നേടിയത് ആരാണ്? M ശ്രീശങ്കർ ആണ് അല്ലെ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കോമൺവെൽത്ത് ഗെയിംസിൽ കണ്ടു അല്ലെ. കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് ഫിന്നി എന്ന് പറയുന്ന ഒരു ചിഹ്നമായിരുന്നു. ഫിന്നിയാണ് ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത്. അതേപോലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ സമാപന വേദിയിൽ ഇന്ത്യയുടെ പ്രമേയം എന്ന് പറയുന്നത് എന്തായിരുന്നു? വസുദൈവ കുടുംബകമായിരുന്നു അല്ലെ. 2030 നടക്കാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസ് വേദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ അഹമ്മദാബാദ് ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് 2030 കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? വസുദൈവ കുടുംബകം എന്ന പ്രമേയത്തോടു കൂടിയുള്ള കലാപരിപാടികൾ അല്ലെങ്കിൽ സമാപന പരിപാടി അവിടെ അവതരിപ്പിച്ചത്. ഓക്കെ, ഇനിയുള്ള അടുത്ത ചോദ്യം എന്ന് പറയാൻ നോക്കാം. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം തടയുക, അവയെക്കുറിച്ച് യുവാക്കൾക്ക് അവബോധം വളർത്തുക എന്നീ ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ട 100 ആഴ്ച നീളുന്ന രാജ്യവ്യാപക പ്രചരണ പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? നാശ മുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ നാട്ടിലെ ഓപ്പറേഷൻ തൂഫാൻ, അതേപോലെ ഓപ്പറേഷൻ തണ്ടർ, അങ്ങനെ കുറെ പദ്ധതികൾ അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ വന്നിരുന്നു. അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 100 ആഴ്ച നീളുന്ന ഒരു രാജ്യവ്യാപക പ്രചരണ പരിപാടിയാണ് കൊണ്ടുവന്നത്. എന്താണ് അതിന്റെ പേര്? നാശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ എന്നുള്ളതാണ് അല്ലെ. 2026 ഓഗസ്റ്റ് 2 മുതലാണ് ഈ പദ്ധതി ഇന്ത്യയിൽ ഈ ഒരു പ്രചരണ പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് 2026 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നതാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് 2026 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം എന്ന് പറയുന്നത്. 2026 നവംബർ 25 മുതൽ ഡിസംബർ 15 വരെയാണ് മത്സരം. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചാണ് മത്സരം. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത് അപ്പൊ ഇന്ത്യയുടെ D ഗുഗേഷും അതേപോലെ തന്നെ ആരാണ്? ഉസ്ബെക്കിസ്ഥാന്റെ ജാവോഖിർ സിന്ദറോവുമാണ് മത്സരാർത്ഥികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ള നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കുക. ഇന്ത്യ നിർമ്മിക്കുന്ന സ്വന്തം ബഹിരാകാശ നിലയം ഏതാണ് എന്നുള്ളതാണ്. ഇന്ത്യ നിർമ്മിക്കുന്ന സ്വന്തം ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനാണ്. അപ്പൊ ഇതിന്റെ ഒരു വിക്ഷേപണം അതേപോലെ അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കംപ്ലീറ്റ് ആകും. ഇതിന്റെ വിക്ഷേപണം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഏത് വർഷമാണ്? 2028 അല്ലെ. ഇതിന്റെ ആദ്യഘട്ടം അതായത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ആദ്യഘട്ടത്തിന്റെ വിക്ഷേപണം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഏത് വർഷമാണ്? 2028 അല്ലെ. ഏകദേശം ഭൂമിയിൽ നിന്ന് 400 മുതൽ 450 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള താഴ്ന്ന ഭ്രമണപഥത്തിലാണ് ഇത് എന്ത് ചെയ്യുക? സ്ഥിതി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യഘട്ടം ഏത് വർഷമാണ്? 2028 വിക്ഷേപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം 2 മുതൽ 4 വരെ ബഹിരാകാശ യാത്രികൾക്ക് ഒരേ സമയം എന്ത് ചെയ്യാം? ഇതിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ നിലയത്തിൽ കഴിയാൻ സാധിക്കും. സഞ്ചരിക്കുന്നതല്ല, ഈ ഒരു നിലയത്തിൽ 2 മുതൽ 4 വരെ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഒരേ സമയം നിൽക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയുള്ള നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കുക. കേന്ദ്രമന്ത്രിസഭയുടെ പുതിയ തീരുമാന പ്രകാരം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അല്ലെ, PM കിസാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി
പദ്ധതി ഏത് സാമ്പത്തിക വർഷം വരെയാണ് ദീർഘിപ്പിച്ചത്? അല്ലെ 2030-31, അതായത് 2026-27 മുതൽ 2030-31 വരെയാണ് എന്ത് ഈ പറയുന്ന കിസാൻ സമ്മാൻ നിധി ദീർഘിപ്പിച്ചിരിക്കുന്നത്, പദ്ധതിയുടെ കാലാവധി ദീർഘിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്നാണ് ആരംഭിച്ചത്? 2019 ഫെബ്രുവരി 24-നാണ് PM കിസാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആരംഭിച്ചത്. അപ്പൊ അതിന്റെ കാലാവധി 26-27 വരെയായിരുന്നു. അത് 26-27 മുതൽ 2030-31 വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയുള്ളതെന്ന് പറയുന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാനത്ത് നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ഓട്ടോമാറ്റിക് കാലാവസ്ഥാ കേന്ദ്രം. ആ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പേരാണ് ANM.AI എന്നുള്ളത്. ആ ANM.AI എന്ന് പറയുന്നത് കാലാവസ്ഥാ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് IIT ടോപ്പർ, പഞ്ചാബിലെ IIT ടോപ്പറുമായിട്ട് സഹകരിച്ചാണ്. പഞ്ചാബിലെ IIT ടോപ്പറുമായിട്ട് സഹകരിച്ചാണ് ഈ ANM.AI എന്നുള്ള ഓട്ടോമാറ്റിക് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ഗ്രാമതലത്തിൽ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ അല്ലെങ്കിൽ ഗ്രാമതലങ്ങളിൽ കൃത്യമായിട്ടുള്ള കാലാവസ്ഥ, ആ പ്രദേശത്തിന്റെ കാലാവസ്ഥ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന ANM.AI എന്ത് ചെയ്തിരിക്കുന്നത്? സ്ഥാപിക്കും. ആ ഗ്രാമതലത്തിലൊക്കെ ആകുമ്പോൾ അവിടെയുള്ള ആ ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എങ്ങനെയാണ്, അപ്പൊ അവിടെ എന്തെങ്കിലും മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേനൽക്കാലങ്ങളിലോ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ എന്തെങ്കിലും മുന്നറിയിപ്പ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ANM.AI എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് പഞ്ചാബിലെ IIT ടോപ്പറുമായിട്ട് ചേർന്നിട്ടാണ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനിയുള്ളതാണ് ഇന്ത്യയിലെ 101ാമത് റാംസർ സൈറ്റായി പ്രഖ്യാപിച്ചത്. ഏതാണ്? ഗ്ലാവ് തടാകമാണ്. അരുണാചൽ പ്രദേശിലെ ഗ്ലാവ് തടാകമാണ് ഇന്ത്യയിലെ 101ാമത്തെ റാംസർ സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ 100ാമത്തെ റാംസർ സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ജൂൺ 5, 2026 ജൂൺ 5-നാണ് ഇന്ത്യയിലെ 100ാമത്തെ റാംസർ സൈറ്റ് പ്രഖ്യാപിച്ചത്. ഏതായിരുന്നു ഇന്ത്യയിലെ 100ാമത്തെ റാംസർ സൈറ്റ്? ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം, ഉത്തർപ്രദേശ് ആയിരുന്നു. ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം. അപ്പൊ 101ാമത്തതാണ് ഏതെന്ന് പറയുന്നത്? ഗ്ലാവ് തടാകം, അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് അല്ലെ. കംലാങ് എന്ന് പറയുന്ന കടുവാ സങ്കേതത്തിന് സമീപമുള്ള തടാകമാണ് ഗ്ലാവ് തടാകം എന്ന് പറയുന്നത്. അപ്പൊ ആ വന്യജീവി സങ്കേതത്തിന് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ആ കടുവാ സങ്കേതത്തിന്റെ അല്ലെങ്കിൽ കംലാങ് എന്ന് പറയുന്ന കടുവാ സങ്കേതം അല്ലെങ്കിൽ വന്യജീവി സങ്കേതത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ഗ്ലാവ് തടാകം, അരുണാചൽ പ്രദേശിലുള്ളതാണ്. അപ്പൊ അതിനെയാണ് 101ാമത്തെ റാംസർ സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത്. അപ്പൊ ഇന്ത്യയിൽ മൊത്തം എത്ര റാംസർ സൈറ്റുകളുണ്ട്? 101 റാംസർ സൈറ്റുകളാണുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സർക്കാർ സ്വത്തുക്കളുടെ കേന്ദ്രീകൃത ഡിജിറ്റൽ മാനേജ്മെന്റ്, അതായത് സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ അസറ്റ് മാനേജ്മെന്റിനായിട്ട് സമ്പത്ത് എന്ന പേരിൽ സ്പെഷ്യൽ അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം ഫോർ അഡ്മിനിസ്ട്രേഷൻ ട്രാക്കിംഗ് ആൻഡ് ഹാർമണൈസേഷൻ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അപ്പൊ ഇതില് നമ്മുടെ ആ പ്രദേശത്തിലെ അപ്പൊ സർക്കാരിന്റെ അധീനതയിലുള്ള സ്വത്തുക്കൾ ഏതാണ് അല്ലെങ്കിൽ അത് ഏത് ഭാഗമാണ്, അപ്പൊ കൈവശാവകാശം ഒക്കെ വെക്കുന്ന സ്വത്തുക്കളുണ്ടല്ലോ, സർക്കാരിന്റെ ഭൂമി എന്താണ് കൈവശം വെക്കുന്ന പരിപാടികളൊക്കെ ഒന്ന് നിർത്തി അതിന് കാര്യമായിട്ട് ഇതിനെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് സമ്പത്ത്. അപ്പൊ ഇതിനകത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സർക്കാരിന്റെ ഭൂമി ഏതാണ് അല്ലെങ്കിൽ വ്യക്തിയുടെ ഭൂമി ഏതാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാകും. അപ്പൊ അനധികൃത കയ്യേറ്റങ്ങളും കുടിയേറ്റങ്ങളും ഒക്കെ ഒഴിപ്പിക്കാൻ അല്ലെങ്കിൽ നിർത്തലാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് സമ്പത്ത്. എന്താ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? സ്പെഷ്യൽ അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം ഫോർ അഡ്മിനിസ്ട്രേഷൻ ട്രാക്കിംഗ് ആൻഡ് ഹാർമണൈസേഷൻ. ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ് ആരംഭിച്ചത്. ഓക്കെ, ഇനിയാണ് 176 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യ വനിത ആരാണ് എന്നുള്ളതാണ്. ആരാണ്? വർഷ അശോക് അഗ്ലാവയാണ്. വർഷ അശോക് അഗ്ലാവെ, അതായത് 54ാമത് ഡയറക്ടർ ജനറൽ ആണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 54ാമത് ഡയറക്ടർ ജനറൽ ആണ് വർഷ അശോക് അഗ്ലാവെ. അതേപോലെ തന്നെ 176 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഡയറക്ടർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യ വനിത ആരാണ്? വർഷ അശോക് അഗ്ലാവെയാണ്. ഓക്കെ, അസിത് സാഹ ആയിരുന്നു ഇതിനു മുൻപ്, അസിത് സാഹ. അപ്പൊ അദ്ദേഹത്തിന് 53ാമത്തതാണ് അസിത് സാഹ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ശേഷം വന്ന ആളാണ് വർഷ അശോക് അഗ്ലാവെ, 54ാമത് ഡയറക്ടർ ജനറൽ ഓഫ് എന്താണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഓക്കെ,
ഇനിയുള്ള നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ജനറൽ ഇൻഷുറൻസ് കമ്പനിയായ ഏറ്റവും വലിയ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയാണ്, അല്ലെങ്കിൽ ഏറ്റവും ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന് പറയുന്നത്. ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായ ആദ്യ മലയാളിയാണ് ആരെന്ന് പറയുന്നത് ലാവണ്യ മുണ്ടയൂർ. അല്ലേ, നോക്കിയേ, പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായ ആദ്യ മലയാളിയാണ് ആരെന്ന് പറയുന്നത് ലാവണ്യ മുണ്ടയൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1991 മുതലാണ് ലാവണ്യ മുണ്ടയൂർ ഈ പറയുന്ന ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ 2026 ലാവണ്യ മുണ്ടയൂർ എന്തായി? നമ്മുടെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതയായി. ഓക്കെ, ഇനിയുള്ള നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 9 ആണ് അല്ലെ, ഹിരോഷിമ നാഗസാക്കി ദിനം. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം, ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം ഇല്ലേ. 1939 ആരംഭിച്ച് 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്. അപ്പൊ ഈ 1939 ആരംഭിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തെ അവസാനിപ്പിക്കുക, അതിന് ജപ്പാനെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക, അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടി അമേരിക്കയാണ് ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 എവിടെയും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചത്. ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന അണുബോംബാണ് വർഷിച്ചത്. ഹിരോഷിമയിലെ നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന് പറയുന്ന അണുബോംബാണ് 1945 വർഷിച്ചത് അല്ലെ. കുറേ ആൾക്കാർക്ക്, അവരുടെ വസ്തുക്കൾക്ക്, ആളുകൾക്ക് അല്ലെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു, ഒരുപാട് ആൾക്കാർ ദുരിതം അനുഭവിച്ചു അല്ലെ. അതിനുശേഷവും അതിന്റെ റേഡിയേഷൻ മൂലം ഒരുപാട് ആൾക്കാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു കറുത്ത ഏടായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ ഹിരോഷിമ നാഗസാക്കി എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനിയുള്ള അടുത്തത് നോക്കാം. അടുത്തിടെ ഇന്ത്യ പോസ്റ്റിന്റെ പെർമനന്റ് പിക്ടോറിയൽ ക്യാൻസലേഷൻ ലഭിച്ച കേരളത്തിലെ 4ാമത്തെ ക്ഷേത്രം ഏത് എന്നുള്ളതാണ്. ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അപ്പൊ കേരളത്തിലെ 3 ക്ഷേത്രങ്ങൾ വേറെയുണ്ട്. ഏതൊക്കെയാണ്? ശബരിമലയുണ്ട്, അതേപോലെ ഗുരുവായൂർ, പിന്നെയുള്ളത് മധൂർ മദനന്തേശ്വര ക്ഷേത്രമാണ് കാസർഗോഡ് ജില്ലയിലെ. അത് കൂടാതെ 4ാമത് ഇപ്പൊ വന്ന ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം അവിടത്തേക്കുള്ള പോസ്റ്റൽ മുദ്രകളിലെല്ലാം ഇനി എന്തുണ്ടായിരിക്കും? ഈ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചിത്രം ഉണ്ടായിരിക്കും. അതാണ് പോസ്റ്റൽ പെർമനന്റ് പിക്ടോറിയൽ ക്യാൻസലേഷൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സർക്കാരിന്റെ 20 വകുപ്പുകളിലായുള്ള 76 സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ഓഫീസുകളിൽ കയറിയിറങ്ങാതെ വാട്സാപ്പ് വഴി ലഭ്യമാക്കാൻ തമിഴ്നാട് ഏർപ്പെടുത്തിയ പുതിയ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് നമ്മ അരസ്. അപ്പം ഈ അവരുടെ പുതിയ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ള പുതിയ പദ്ധതിയാണ് നമ്മ അരസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് ഓഫീസുകളൊന്നും കയറി ഇറങ്ങണ്ട, വാട്സാപ്പ് വഴി അവർക്ക് ആവശ്യമാണ്. ഇപ്പൊ ഈ എത്ര വകുപ്പുകളാണോ പറയുന്നത് ആ വകുപ്പുകളിലെ 76 സേവനങ്ങൾ പറയുന്നുണ്ട്. ആ സേവനങ്ങളിൽ ഏത് വേണമെങ്കിലും എന്ത് ചെയ്താൽ മതി? വാട്സാപ്പ് വഴി ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ അവർക്ക് ആ സേവനം ലഭ്യമാക്കി കൊടുക്കുന്ന പദ്ധതിയാണ് തമിഴ്നാടിന്റെ നമ്മ അരസ് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ മലയാളി അല്ലെ, ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ മലയാളി അല്ലെങ്കിൽ സ്പേസ് വോക്ക് നടത്തുന്ന ആദ്യ മലയാളി എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ അനിൽ മേനോനാണ്. സഹയാത്രിക എന്ന് പറയുന്നത് ആരാണ്? സഹയാത്രിക എന്ന് പറയുന്നത് ജെസിക്ക മേയർ ആണ്. ജെസിക്ക മേയർ ആണ് സഹയാത്രിക. 6 മണിക്കൂർ അല്ലെ, 6 മണിക്കൂർ 27 മിനിറ്റ് ആണ് അദ്ദേഹം എന്ത് ചെയ്തത്? അന്തരീക്ഷ ബഹിരാകാശ നിലയത്തിന് പുറത്ത് നടന്നത്. എന്തിനു വേണ്ടിയാ? സോളാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സജ്ജീകരണങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പുറത്തിറങ്ങിയത്. അപ്പൊ 6 മണിക്കൂർ 27 മിനിറ്റ് ആണ് അദ്ദേഹം അവിടെ ചിലവഴിച്ചത്. ഓക്കെ, ഇനിയുള്ളത് ISROയും കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ചും ചേർന്ന് നൽകുന്ന വിക്രം സാരാഭായ് പുരസ്കാരത്തിന് അർഹയായത് ആര് എന്നുള്ളതാണ്. ആരാണ്? അന്നപൂർണി സുബ്രഹ്മണ്യം. അപ്പൊ ഈ ഒരു നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ശാസ്ത്രജ്ഞയാണ് ആരെന്ന് പറയുന്നത്? അന്നപൂർണി സുബ്രഹ്മണ്യം.
ഇന്ത്യയിലെ ആദ്യത്തെ വനിതകളുടെ വിഭാഗം എടുക്കുമ്പോൾ ഇന്ത്യയിലെ ഈ നേട്ടം കൈവരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പുരസ്കാരത്തിന് അർഹയാകുന്ന ആദ്യ വനിതാ ശാസ്ത്രജ്ഞയാണ് അന്നപൂർണി സുബ്രഹ്മണ്യം. ഇനി ഇത് ലഭിച്ച ശാസ്ത്രജ്ഞരെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അതിൽ 4ാമത്തെ ആളാണ് അന്നപൂർണി സുബ്രഹ്മണ്യം. ഇനി ലോകത്തിലെ ഇത് ലഭിച്ച വനിതകൾ എടുക്കുകയാണെങ്കിൽ അതിൽ 3ാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത് അന്നപൂർണി സുബ്രഹ്മണ്യം. ഓക്കെ, അപ്പോൾ ISROയുടെ കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ച്, കോസ്പാർ എന്ന് പറയും, കോസ്പാർ കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ചും അതേപോലെ തന്നെ എന്താണ് വിക്രം സാരാഭായി പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ISROയും കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ചും നൽകുന്ന വിക്രം സാരാഭായി പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? അന്നപൂർണി സുബ്രഹ്മണ്യമാണ്. അപ്പൊ എന്താ സ്ഥാനം നമ്മൾ പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത അന്നപൂർണി സുബ്രഹ്മണ്യമാണ്. ഈ പുരസ്കാരം ഇന്ത്യയിൽ ലഭിക്കുന്ന മൊത്തം ശാസ്ത്രജ്ഞരെ എടുത്താൽ അതിൽ 4ാമത്തെ ആളാണ്. ഈ ലോകത്തിൽ ഈ പുരസ്കാരം ലഭിക്കുന്ന വനിതകളെ എടുത്താൽ അതിൽ 3ാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത് അന്നപൂർണി സുബ്രഹ്മണ്യം എന്ന് പറയുന്നത്. ആസ്ട്രോഫിസിസ്റ്റ് ആണ് ആര്? അന്നപൂർണി സുബ്രഹ്മണ്യം. ഓക്കെ, അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ ബംഗളൂരുവിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ ഡയറക്ടർ കൂടിയാണ് ആരെന്ന് പറയുന്നത് അന്നപൂർണി സുബ്രഹ്മണ്യം. ഇനിയുള്ളത് 2026 ഓഗസ്റ്റിൽ GI ആൻഡ് ബിയോണ്ട് 2.0 ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ്. ഏതാണ് വേദിയായ നഗരം എന്ന് പറയുന്നത്? ഡൽഹിയിലാണ് 2026 ഓഗസ്റ്റിലെ GI ആൻഡ് ബിയോണ്ട് 2.0 ഉച്ചകോടിക്ക് വേദിയായത് അല്ലേ. അപ്പം GI എന്ന് പറയുമ്പം GI ടാഗാണ്. അപ്പം അതിൽ കുറെ പറഞ്ഞിരുന്നു അല്ലേ, GI ടാഗിൽ നമ്മുടെ ത്രിപുര സരിന്ത, അതുപോലെ ഗുജറാത്തിന്റെ ഉഞ്ച പെരുംജീരകം, അതേപോലെ ഹരിയാനയുടെ സിർസ കിന്നോ എന്ന് പറയുന്ന പഴങ്ങൾ. അപ്പം നമ്മൾ ഈ ഒരു 2026 ഈ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയങ്ങളിൽ കുറെ GI ടാഗ് കിട്ടിയ വസ്തുക്കളെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ അതുമായിട്ട് അതിന്റെ വിപണനം, അപ്പൊ അങ്ങനെ GI ടാഗ് കിട്ടിയിട്ടുള്ള വസ്തുക്കളുടെ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ വിപണനവും അതിന്റെ മൂല്യവും അതിന്റെ പ്രചരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 2026 ഓഗസ്റ്റിൽ GI ആൻഡ് ബിയോണ്ട് 2.0 ഉച്ചകോടി ഡൽഹിയിൽ നടന്നത്. എന്റെ വേദി എവിടെയാണ്? ഡൽഹിയാണ്. ഇനി GI ടാഗ് കൊടുക്കുന്നത് GI രജിസ്ട്രി ആണ്. GI രജിസ്ട്രിയുടെ ആസ്ഥാനം നടന്നത് ചെന്നൈ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ആദ്യത്തെ സമഗ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. ഏതാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം? സഹജീവനം എന്നുള്ളതാണ്. കേരളത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ആദ്യത്തെ സമഗ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് എന്തെന്ന് പറയുന്നത് സഹജീവനം. അപ്പം ഭിന്നശേഷിക്കാരെയൊക്കെ ആരൊക്കെയാണെന്ന് രേഖപ്പെടുത്തുക, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ വ്യക്തതയോടുകൂടി കറക്റ്റ് സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന സഹജീവനം എന്നുള്ള ആദ്യത്തെ സമഗ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഓഗസ്റ്റ് 8 നമ്മൾ പറഞ്ഞു അല്ലേ, ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരമാണ് അല്ലെ. ക്വിറ്റ് ഇന്ത്യ സമരമാണ് 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നു. ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നു. ബോംബെ അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം നടത്തുക എന്നുള്ള പ്രഖ്യാപനം വന്നത്. ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നർത്ഥം വരുന്നതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മെയിൻ ആയിട്ടുള്ള പ്രമേയം എന്ന് പറയുന്നത്. അതിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അല്ലെ, ഡു ഓർ ഡൈ. ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് ഡു ഓർ ഡൈ എന്നുള്ള കാര്യം ആര് പറഞ്ഞത്? മഹാത്മാഗാന്ധി പറഞ്ഞത് അല്ലെ. ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന ആരാണ്? അരുണ ആസിഫ് അലിയാണ്. അരുണ ആസിഫ് അലിയാണ് അല്ലെ. ഓഗസ്റ്റ് 8 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. ബോംബെ അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനം നടന്നത്. ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് മഹാത്മാഗാന്ധി ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ആഹ്വാനം നടത്തിയത്. ഇതിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന ആരാണ്? അരുണ ആസിഫ് അലിയാണ്. ഓക്കെ, ഇനിയുള്ള അടുത്തത് ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യത്തെ വനിതാ ഫൈറ്റർ കോംബാറ്റ് ലീഡർ. അപ്പൊ ഇന്ത്യൻ വ്യോമസേനയിൽ കൊടുക്കുന്ന ഏറ്റവും കഠിനമായ പരിശീലനങ്ങളിൽ ഒന്നാണ് ഫൈറ്റർ കോംബാറ്റ് ലീഡർ എന്നുള്ളത്. അപ്പൊ ആ ഫൈറ്റർ കോംബാറ്റ് ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെങ്കിൽ നിയമിതയായത് ആരാണ്? ഭാവന കാന്താണ്. അപ്പൊ ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 3 ഫൈറ്റർ പൈലറ്റുമാരിൽ, വനിതാ ഫൈറ്റർ പൈലറ്റുമാരിൽ ഒരാളായിട്ട് കമ്മീഷൻ ചെയ്ത ആരാണ്? അത് ഭാവന കാന്താണ്. അപ്പം ഈ ഭാവന കാന്താണ് ഇപ്പോൾ ആദ്യത്തെ വനിതാ ഫൈറ്റർ കോംബാറ്റ് ലീഡറായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കുക
മയക്കുമരുന്ന് കേസുകളിൽ NDPS കേസസ് അറസ്റ്റിലാകുന്ന കുറ്റവാളികളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി ശേഖരിക്കുന്നതിനായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തയ്യാറാക്കിയ ദേശീയ ഡേറ്റാബേസ് ആണ് നിഡാൻ എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഡേറ്റാബേസ് പ്രകാരം കുറ്റവാളികൾക്ക് ഒരു യുണീക്ക് ID കൊടുക്കും. അപ്പൊ ആ യുണീക്ക് ID വെച്ച് ആ കുറ്റവാളികളുടെ ചിത്രവും അവരുടെ കുറ്റകൃത്യങ്ങളും അവരുടെ ബാക്ക്ഗ്രൗണ്ടുകളും അങ്ങനെയുള്ള കുറെ അപ്പൊ ഒരു കുറ്റവാളി തന്നെ നമ്മളിങ്ങനെ പേപ്പറുകൾ തോറും അല്ലെങ്കിൽ ഫയലുകൾ തോറും സിസ്റ്റംസ് തോറും ഇങ്ങനെ ആരും നടക്കേണ്ട കാര്യമില്ല. ഈ ഒരു നിഡാൻ എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസിലൂടെ ദേശീയ ഡേറ്റാബേസ് ആണ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറ്റവാളികൾക്ക് ഒരു യുണീക്ക് ID കൊടുക്കും. ആ ID വെച്ച് അവരുടെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പൊ അതാണ് എന്താന്ന് പറയുന്നത് നിഡാൻ എന്ന് പറയുന്നത്. അപ്പം ആരാണ്? നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തയ്യാറാക്കിയ ഡേറ്റാബേസ്, ദേശീയ ഡേറ്റാബേസ് ആണ് നിഡാൻ എന്നുള്ളത്. ഓക്കെ, അടുത്തത് കേരളത്തിലെ ഹൈസ്കൂളുകളിൽ നിർമ്മിത ബുദ്ധിയും AI റോബോട്ടിക്സും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൈറ്റ് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് iRISE. iRISEന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് AI ആൻഡ് റോബോട്ടിക്സ് ഇനിഷ്യേറ്റീവ് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ വളരെ ചെറുതിലെ തന്നെ കുട്ടികളിൽ AI സംബന്ധമായിട്ടുള്ള റോബോട്ടിക്സ് സംബന്ധമായിട്ടുള്ള അറിവുകൾ കൊണ്ടുവരിക. അപ്പൊ അതിൽ താല്പര്യമുള്ള ആൾക്കാരെ അതിലേക്ക് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് അതിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അതിൽ അവരുടെ പാഠ്യപദ്ധതിയിൽ തന്നെ ഇത് ഉൾപ്പെടുത്തുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന iRISE എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു മുൻപ് പഞ്ചാബിലെ സ്കൂളുകളിൽ അവരുടെ പാഠ്യപദ്ധതിയിൽ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI കൊണ്ടുവരാൻ വേണ്ടി അവർ എന്ത് ചെയ്തിട്ടുണ്ട്? തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചാബിലെ സ്കൂളുകളിൽ 2 ഘട്ടമായിട്ട് 1 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ 8 മുതൽ 12 വരെ ക്ലാസ്സുകൾ അങ്ങനെ 2 ഘട്ടമായിട്ട് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പാഠ്യപദ്ധതിയായിട്ട് വരാൻ അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ കേരളത്തിലെ കൈറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് iRISE എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഹൈസ്കൂളുകളിൽ നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് iRISE അല്ലെങ്കിൽ AI ആൻഡ് റോബോട്ടിക്സ് ഇനിഷ്യേറ്റീവ് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു വകുപ്പ് അല്ലെങ്കിൽ ഈ ഒരു AI എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ പുതുതായിട്ടൊരു വകുപ്പ് വരുന്നത്. അപ്പൊ AI വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് ആദ്യമായിട്ട് വന്നത് എവിടെയാണ്? കേരളത്തിലാണ്. അതിന്റെ മുഖ്യമന്ത്രിയല്ല, അതിന്റെ മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? അതിന്റെ PK കുഞ്ഞാലിക്കുട്ടിയാണ് അല്ലെ. AI വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ IT ഫീൽഡിലുള്ള മന്ത്രി എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. അതേപോലെ തന്നെ ഇതേ AI വകുപ്പ് 2ാമത് വന്ന സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. ഓക്കെ, ഇനിയുള്ള അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോക്കുക. കടലിൽ രൂപപ്പെടുന്ന തീവ്രമഴയും ചുഴലിക്കാറ്റുകളും കൃത്യമായി കണ്ടെത്താൻ ലക്ഷ്യമിട്ട് കേരളത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുതിയ S-ബാൻഡ് നിരീക്ഷണ റഡാർ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനിച്ച സ്ഥലം നീണ്ടകര, കൊല്ലം അല്ലെ. ന്യൂഡൽഹിയിലാണ് നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പൊ ആ ഒരു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആ ഒരു സ്ഥാപനത്തെ പറയുന്ന പേരെന്താണ്? മൗസം ഭവൻ എന്നാണ്. മൗസം ഭവൻ കാലാവസ്ഥാ കേന്ദ്രം അല്ലെങ്കിൽ മൗസം ഭവൻ ന്യൂഡൽഹിയിലാണ് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അവരാണ് കേരളത്തിലെ പുതിയ S-ബാൻഡ് നിരീക്ഷണ റഡാർ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എവിടെയാണ്? നീണ്ടകര, കൊല്ലം. അപ്പൊ അറബിക്കടലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഇതേപോലെയുള്ള തീവ്രമഴയ്ക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാരിലേക്ക് അതിന്റെ മുന്നറിയിപ്പുകളൊക്കെ എത്തിക്കാൻ സഹായിക്കുന്ന S-ബാൻഡ് റഡാറുകൾ സ്ഥാപിക്കാൻ പോകുന്നത് എവിടെയാണ്? കൊല്ലത്തുള്ള നീണ്ടകരയിലാണ്. ഓക്കെ, ഇനി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പരാതികൾ വേഗത്തിൽ തീർപ്പാക്കാനും കസ്റ്റഡി മർദ്ദനങ്ങൾ ഒഴിവാക്കാനുമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച രാജ്യത്തെ ആദ്യത്തെ പോലീസ് നവീകരണ പദ്ധതിയാണ് മൈ പോലീസ് സ്റ്റേഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം വരാം, രാജ്യത്തെ ആദ്യത്തെ പോലീസ് നവീകരണ പദ്ധതി കൊണ്ടുവന്നത് ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. എന്താണ് ആ പദ്ധതിയുടെ പേര്? മൈ പോലീസ് സ്റ്റേഷൻ എന്ന് ഉള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2026 ഹർ ഘർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും ദേശീയ പതാക ഉയർത്തുന്ന പ്രത്യേക പരിപാടി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് പ്രത്യേക പരിപാടി? ഹർ ഘർ തിരങ്ക അല്ലെ. 2026 ഹർ ഘർ തിരങ്ക നമ്മുടെ ദേശീയ പതാക, നമ്മുടെ ദേശീയതയെ ബഹുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ദേശീയ പതാക ഉയർത്തുന്ന പ്രത്യേക പരിപാടിക്ക് പറയുന്ന പേരാണ് സൂര്യപത് തിരങ്ക അല്ലെ. സൂര്യപത് തിരങ്ക. അപ്പൊ ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യ വാർഷികത്തിന്റെ ഭാഗമായിട്ട് 2022 ആരംഭിച്ച ജനകീയ ക്യാമ്പയിനാണ് ഏത്? ഈ പറയുന്ന ഹർ ഘർ തിരങ്ക എന്നുള്ള ക്യാമ്പയിൻ അല്ലെ. 2022 ഈ ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. ഏത്? 75ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് 2022 ആരംഭിച്ച ക്യാമ്പയിനാണ് ഹർ ഘർ തിരങ്ക. അതിന്റെ 5ാം വാർഷികമാണ് നമ്മുടെ 2026 ആഘോഷിക്കാൻ പോകുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന സൂര്യപത് തിരങ്ക എന്നുള്ളത്
കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. പ്രത്യേക പരിപാടി എന്താണത്? വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും സൂര്യോദയത്തെ അടിസ്ഥാനമാക്കി ദേശീയ പതാക ഉയർത്തുന്ന പരിപാടിയാണ് സൂര്യപത് തിരങ്ക എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഹർ ഘർ തിരങ്ക ക്യാമ്പയിന്റെ 2026 പ്രധാന സവിശേഷതയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അതിർത്തി തർക്കങ്ങളുടെയും ചൈനയുടെ ഇടപെടലുകളുടെയും പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ അടുത്തിടെ ഏത് സംസ്ഥാനത്തെ 27 സ്ഥലങ്ങളുടെ പേരുകളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ഭൂപടങ്ങളിൽ ഉൾപ്പെടുത്തിയത്? ഏത് സംസ്ഥാനത്തെയാണ്? അരുണാചൽ പ്രദേശിലെയാണ് അല്ലെ. അരുണാചൽ പ്രദേശിന്റെ പഴയ പേര് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നായിരുന്നു. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നായിരുന്നു. അതിന് സംസ്ഥാന പദവി ലഭിച്ചത് എന്നാണ് 1987 ഫെബ്രുവരി 20 അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി ലഭിക്കുന്നത്. അതിനു മുൻപ് ഇതിന്റെ പേരെന്ന് പറയുന്നത് എന്തായിരുന്നു? നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏരിയ എന്നായിരുന്നു. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നായിരുന്നു. അപ്പം ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കങ്ങളും ഇടപെടലൊക്കെ നടക്കുന്നതിന്റെ ഫലമായിട്ട് ഈ സംസ്ഥാനത്തെ 27 സ്ഥലങ്ങളുടെ പേരുകൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ച് ഭൂപടത്തിൽ ഉൾപ്പെടുത്തി. അത് ഏത് സംസ്ഥാനമാണ്? അരുണാചൽ പ്രദേശാണ് അല്ലെ. ഇനിയുള്ള അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോക്കുക, 2026 സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയിലെ ഔദ്യോഗിക പരിപാടികളിൽ ഉൾപ്പെടുത്തിയ ഗാനം ഏത് എന്നുള്ളതാണ് വന്ദേ മാതരം. അപ്പൊ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പ്രസംഗം നടത്തും അല്ലെ. അപ്പൊ പ്രസംഗത്തിന് ശേഷം പാടുന്നത് നാഷണൽ ആന്തമാണ് അല്ലെ, ദേശീയ ഗാനമാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? വന്ദേ മാതരവും ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ അവര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അവസാനിച്ച ഉടനെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനയ്ക്ക് തൊട്ടു മുൻപായിട്ട് എന്ത് ആലപിക്കും? ഈ വന്ദേ മാതരം ആലപിക്കും. ഓക്കെ, അതേപോലെ 2026 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ബില്ല് 2026 നിലവിൽ വന്നു. അതായത് ദേശീയ ഗാനത്തെ പോലെ തന്നെ ദേശീയ ഗീതത്തെയും എന്ത് ചെയ്യുക? ആദരിക്കുക. അതിനെ ആദരവ് കാണിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷാർഹമാണ് എന്നുള്ള രീതിയിൽ ഒരു ബില്ല് വന്നിരുന്നു അല്ലെ. അത് 2026 ആ ബില്ല് എന്ത് ചെയ്തത്? പാസ്സാക്കി നിയമം നിലവിൽ വന്നത്. അപ്പൊ അതുകൂടി ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനിയുള്ള അടുത്ത ചോദ്യം എന്ന് പറയാൻ നോക്കുക, USA നടന്ന സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? ആർ പ്രജ്ഞാനന്ദയാണ്. ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ആർ പ്രജ്ഞാനന്ദ. മിസൂറി സിറ്റിയിലാണ് എന്ത് നടക്കുന്നത്? യുഎസ്എയിൽ നടക്കുന്ന സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ് ടൂർണമെന്റ് നടന്നത് USA മിസൂറി സിറ്റിയിലാണ്. ഈ മിസൂറി സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കറണ്ട് അഫേഴ്സ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സഹോദര നഗരം എന്നുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന USA ഒരു നഗരമാണ് എന്തെന്ന് പറയുന്നത്? മിസൂറി സിറ്റി. ഒരു കോർപ്പറേഷനാണ് മിസൂറി സിറ്റി. USA ടെക്സസിലാണ് മിസൂറി സിറ്റി. അപ്പൊ അത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ചേർന്നിട്ട് ഒരു സഹോദര നഗരം എന്ന ബന്ധം സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ചർച്ചകൾ നടക്കുന്നത് ഏതാണ്? ഈ മിസൂറി സിറ്റിയാണ്. അപ്പൊ ഈ മിസൂറി സിറ്റിയിൽ വെച്ചിട്ടാണ് USA എന്താ നടക്കുന്നത്? സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ് ടൂർണമെന്റ് 2026 നടന്നത്. അപ്പൊ അതിൽ ഗ്രാൻഡ് മാസ്റ്റർ കിരീടം നേടിയത് ആരാണ്? ആർ പ്രജ്ഞാനന്ദയാണ്. അതിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ആരാണ്? ജാവോഖിർ സിന്ദറോവ് ആണ്. ഉസ്ബെക്കിസ്ഥാന്റെ ജാവോഖിർ സിന്ദറോവ് ആണ്. അപ്പൊ ഈ ഉസ്ബെക്കിസ്ഥാന്റെ ജാവോഖിർ സിന്ദറോവും ഇന്ത്യയുടെ ഡി ഗുഗേഷുമാണ് 2026 നവംബർ മുതൽ ഡിസംബർ വരെ നടക്കുന്ന സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് നടക്കുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ഇത്രയും കറണ്ട് അഫേഴ്സ് ആണ് ഈ ഒരു ഇതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു ആഴ്ച നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക അല്ലെ. കറണ്ട് അഫേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എക്സാമുകൾക്ക് എങ്ങനെയാണ് ഏത് രീതിയിലാണ് കറണ്ട് അഫേഴ്സുകൾ ചോദിക്കുക എന്നൊക്കെ നമുക്ക് ആദ്യം ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എക്സാമുകളിൽ നമുക്ക് അങ്ങനെ പ്രഡിക്ഷൻസ് ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി വയ്ക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.
നമുക്ക് ഇന്ന് ഇത്രയും കറണ്ട് അഫേഴ്സ് ആണ് ഈ ഒരു വീക്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ്. ഒരുപാട് കറണ്ട് അഫേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.